ഹായ് ഹലോ. എന്നോട് പല കുട്ടികളും ചോദിക്കാറുണ്ട്, ഹെയർ ഭയങ്കര ഡ്രൈ ആണ് ചേച്ചി, അതിന് പറ്റിയ ഒരു ഷാമ്പും കണ്ടീഷണറും പറഞ്ഞു തരുമോ എന്ന്. ചിലവർ സ്പാ ചെയ്താലും ഒരു മാസത്തോളമൊക്കെ നന്നായിട്ടുണ്ടാവും, പിന്നെ ഡ്രൈ ആവുകയാണ്. അപ്പോൾ നമുക്ക് വീട്ടിലും കൂടി മെയിൻ്റനൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷാമ്പും കണ്ടീഷണറും പറഞ്ഞു തരുമോ എന്ന് എന്നോട് ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് അവർക്ക് പറ്റിയ ഒരു ഷാമ്പും കണ്ടീഷണറാണ്. ഇത് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നല്ല ചകിരി പോലെയുള്ള ഹെയർ, അതേപോലെ തന്നെ നല്ല ഒരു മുടിയൊക്കെ പൊട്ടി ഇങ്ങനെ അറ്റൊക്കെ പൊട്ടി പോണ ഹെയറൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് യൂസ് ചെയ്യുക. നല്ല റിസൾട്ടാണിത്. ഈ ഷാമ്പു ബയോളജി എന്ന് പറഞ്ഞിട്ടാണ്. ഇതാ ഈ ഷാമ്പു ആണ്. ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല, നല്ലൊരു ഷാമ്പു ആണ് കേട്ടോ. അതേപോലെ തന്നെ അതിൻ്റെ തന്നെ കണ്ടീഷണറും ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും ഷാമ്പു യൂസ് ചെയ്യുന്നത് ഡ്രൈ ഹെയറിൽ നമ്മൾ ഒരിക്കലും ഷാമ്പു യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഷാമ്പു വാഷ് ചെയ്യണതിന് മുന്നേ ആയിട്ട് ഒരു മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ മുന്നേ നമ്മൾ ഹെയറിൽ നല്ല ഓയിൽ തേക്കണം. സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് ഓയിൽ തേച്ച് നന്നായിട്ട് മസാജ് ചെയ്യുക. കുറച്ച് മുടിക്കൊക്കെ എണ്ണ തേച്ച് നന്നായിട്ടൊന്ന് സ്വന്തമായിട്ട് മസാജ് ചെയ്യുക. ഒരാൾ ചെയ്ത് തന്നാൽ നല്ലതാണ്. അഥവാ ഇല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് തന്നെ നന്നായിട്ട് സ്കാൽപ്പിലെ ഓയിലൊക്കെ തേച്ച് മസാജ് ചെയ്യുക. മസാജ് ചെയ്ത് നന്നായിട്ട് പിടിപ്പിക്കുക. എന്നിട്ട് കെട്ടി വയ്ക്കുക. 1 മണിക്കൂറെങ്കിലും കെട്ടി വയ്ക്കുക. അത് കഴിഞ്ഞതിന് ശേഷം മുടി നന്നായിട്ട് വെള്ളത്തിൽ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം കുറച്ച് ഷാമ്പു എടുക്കുക. കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ട് നന്നായിട്ട് സ്കാൽപ്പിലൊക്കെ തേച്ച് എല്ലായിടത്തും നന്നായിട്ട് പതപ്പിക്കുക. നല്ല മസാജ് ചെയ്തിട്ട് തന്നെ പതപ്പിക്കണം. എന്നിട്ട് ആ പതച്ച് വരുന്ന ആ ഒരു പതേനെ മുടിക്കും നന്നായിട്ട് തേച്ച് കഴുകിക്കളയുക. എന്നിട്ട് രണ്ടാമത് ഒന്നും കൂടി ഷാമ്പു എടുത്തിട്ട് അതേപോലെ തന്നെ ഒന്ന് മുടിക്കൊക്കെ തേച്ച് ഒന്ന് കഴുകിക്കളയുക. അത് കഴുകി കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ എന്ത് യൂസ് ചെയ്യണം, കണ്ടീഷണർ യൂസ് ചെയ്യണം. കണ്ടീഷണർ സ്കാൽപ്പിലേക്ക് തേക്കേണ്ട ആവശ്യമില്ല, മുടിക്ക് മാത്രം തേക്കുക. മുടിക്ക് മാത്രം കണ്ടീഷണർ തേച്ചിട്ട് കുറച്ച് നേരം കെട്ടി വയ്ക്കുക. അതൊന്ന് ഒബ്സർവ് ആവാൻ നമ്മൾ ടൈം കൊടുക്കണം. അപ്പം തന്നെ കഴുകിക്കളയരുത്. കുറച്ച് നേരം കെട്ടി വെച്ചതിന് ശേഷം നമ്മൾ അത് ഒരു കോമ്പൊക്കെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ ആ കണ്ടീഷണറിനൊന്ന് ചീപ്പി കൊടുക്കുക, കോമ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണം അത് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് കളയാൻ. ഒരു മിഴുക്കുണ്ടാവും, അത് പോണ വരെ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം തോർത്തുക. നല്ല വെള്ളമൊക്കെ പോണ പോലെ നല്ല തോർത്തിട്ട് കുറച്ച് നനവ് വേണം. ആ നനവ് മുടിയിൽ വേണം നമ്മൾ കുറച്ച് സിറം തേക്കുക. ഹെയർ സിറം വാങ്ങിച്ചിട്ട്, സിറം ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. മാട്രിക്സോ സ്ട്രീക്സോ ലോറിയലോ ഏത് വേണമെങ്കിലും നമുക്ക് നല്ല ഒരു